ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കിഡ്ലൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്ന് വരെ മുരിങ്ങയില കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട, ചോറും പാത്രം കാലിയാവുന്ന വഴി അറിയില്ല, അത്രക്കും രുചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് മുരിങ്ങയില കഴിക്കണമെങ്കിൽ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങയില ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളൂ കേട്ടോ. ഒരു സ്പൂൺ മതിയാവും ഒരു പ്ലേറ്റ് ചോറ് കാലിയാവാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചി കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 4 വറ്റൽമുളകും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു നിറം മാറി വരുന്ന അത്രയും സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 കൈപ്പിടി മുരിങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു എരിവൊക്കെ പാകമായിരിക്കും. അപ്പോൾ മുരിങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മുരിങ്ങയിൽ മിക്സ് ആവുന്ന അത്രയും സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുരിങ്ങ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തേങ്ങയ്ക്കൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന അത്രയും സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. കുറച്ച് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. അത് വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുരു ഇല്ലാത്ത പുളി ആയതുകൊണ്ട് ആ ഒരു പുളിയും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുവില്ല പുളിയാണെങ്കിൽ കുതിർത്ത ശേഷം കുരു കളഞ്ഞിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാനായിട്ട്. പുളി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നേരം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുരിങ്ങയ്ക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം അരച്ചെടുക്കരുത്. 1-2 തവണ ഇതുപോലെ പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. പൾസ് ചെയ്ത് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അരിയുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാ ചമ്മന്തിയാണിത്. മുമ്പ് നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്